Recording all. Good morning. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളത് ഷഹനമാണ്. സൈക്കോളജിസ്റ്റ് ആണ്. അതുപോലെ തന്നെ മെന്റൽ വെൽനസ് എക്സ്പേർട്ട് ആണ്. മാമിനെ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. Thank you, Sajna ma'am. Thank you all. ഇപ്പോ സജ്ന പറഞ്ഞ പോലെ എൻ്റെ പേര് ബീഗം ഷഹാന എന്നാണ്. ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും ഒരു മെന്റൽ വെൽനസ് എക്സ്പേർട്ടും ഒരു പ്രൊഫഷണൽ ട്രെയിനറുമാണ്. ഞാൻ ഇതിനു മുമ്പും മോർണിംഗ് സർക്കിളിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലുള്ള കുറച്ച് പേരൊക്കെ എനിക്ക് നല്ല പരിചയവുമുണ്ട്, കാണാറുമുണ്ട്. അപ്പോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മെന്റൽ ബൗണ്ടറീസിനെ കുറിച്ചായിരിക്കും. അതായത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം എന്നുള്ളത്, അല്ലെ? നമുക്ക് സ്വസ്ഥമായ ജീവിതത്തിന് വേണ്ടി നല്ല മെന്റൽ വെൽനസ് ഉണ്ടാവണമെങ്കിൽ, മെന്റലി ഹെൽത്തി ആയിരിക്കണം, നല്ല റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം എന്ന് എല്ലാവരും പറയാറുണ്ട്. നിങ്ങളത് സെറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നോ പറയേണ്ടടുത്ത് നോ പറയുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യേണ്ടടുത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നു. നിങ്ങളുടെ ലിമിറ്റ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു. മറ്റുള്ളവരോട് പറയുന്നു. ഇതൊക്കെ നമ്മൾ ഇപ്പൊ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ മെന്റലി എക്സ്ഹോസ്റ്റഡ് ആയി കാണപ്പെടുന്നു. ഒരു കാര്യം ചെയ്യാതെ നമ്മുടെ എനർജി ഡ്രെയിൻ ആയി പോവാറുണ്ട്. നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ടയേർഡ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും? അതായത് ഒരു ഒരു കാര്യം നമുക്ക് ഇല്ല, നമ്മൾ ഒരു ജോലിയും ചെയ്തിട്ടില്ല, സ്ട്രെസ് ആയിട്ടില്ല, പക്ഷെ സ്റ്റിൽ നമുക്കൊരു എനർജി ഫീൽ ചെയ്യുന്നില്ല, നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നില്ല. ചെയ്തിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടാവാം. എല്ലാവർക്കും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? കാരണം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ വലിച്ചു കയറ്റാറുണ്ട് എന്നുള്ളത്. കയറ്റുന്ന മാത്രമല്ല, അതിനെ അവിടെ വെച്ചേക്കാറുണ്ട്. ആവശ്യമുള്ളതല്ലാതെ ആവശ്യമില്ലാത്ത മെമ്മറീസ്, ആൾക്കാര്, കോൺവെർസേഷൻസ്, ഇതെല്ലാം നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ ഡംപ് ചെയ്യാറുണ്ടെന്നുള്ളതാണ്. അപ്പോ അവിടെയാണ് മെന്റൽ ബൗണ്ടറീസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മുടെ ഒരു വീട് പോലെ കണക്കാക്കുക മനസ്സിന്. വഴി പോണ എല്ലാരെയും വിളിച്ച് വീട്ടിൽ കയറ്റുമോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമുക്ക് അത്രയും അടുത്ത് പരിചയമുള്ളവരാണ് നമ്മുടെ വീടിനകത്തേക്ക് വരുന്നത്. അല്ല, അത്രയും ഇമ്പോർട്ടന്റ് അല്ലാത്ത ആൾക്കാർ എന്തെങ്കിലും ആവശ്യത്തിന് വന്നാൽ അവർ ഉടനെ പോവുകയും ചെയ്യും. അവരവിടെ തന്നെ സ്റ്റേ ചെയ്യില്ല. നമുക്ക് വേണ്ടുന്ന ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ആണ് ഒരു വീട്ടിനകത്ത് നമ്മൾ എപ്പോഴും ഒരുമിച്ചുണ്ടാവുന്നത്. അപ്പൊ അതുപോലെ ആയിരിക്കണം മനസ്സിനകം എന്ന് പറയുന്നത്. വളരെ ക്ലോസ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കീപ്പ് ചെയ്യുകയും ആവശ്യമുള്ളത് മാത്രം ഒപ്പം നമ്മൾ എടുത്ത് ഉപയോഗിക്കുകയും ആവശ്യമില്ലാത്തതിനെ വന്ന ഉടനെ തിരിച്ചു പറഞ്ഞേക്കാനുള്ള ഒരു കണ്ടീഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് മെന്റൽ ബൗണ്ടറീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൈൻഡിലേക്ക് എന്തെല്ലാം വരണം, എന്തൊക്കെ ഉണ്ടാവണം. നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന കാര്യങ്ങളെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മനസ്സിനകത്തേക്ക് ചിന്തകളിലേക്ക് പലതും കടന്നു വരും, അല്ലെ? നമുക്ക് എത്രയോ മെമ്മറീസ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരില്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു പിക്ചർ കാണുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം, ഇവന്റ് നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയ പല കാര്യങ്ങളും നമുക്ക് ഓർമ്മ വരും. നല്ലതും ചീത്തയും വരാറുണ്ട്, അല്ലെ? നെഗറ്റീവ് തോട്ട്സും വരാറുണ്ട്, പോസിറ്റീവ് തോട്ട്സും വരും. ഇതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? എന്തായിരിക്കാം? നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ മെമ്മറിയൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്തൊക്കെ വരണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അത് ഡിപ്പെൻസ് ആണ്. അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമായിരിക്കാം ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? എന്തായിരിക്കാം? നമ്മുടെ അറ്റൻഷൻ എങ്ങോട്ട് പോകണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തിലേക്ക് ഫോക്കസ് ചെയ്യണം, അല്ലെ?
മനസ്സിലേത്ത് എന്താണോ കടന്നു വന്നോട്ടെ, പക്ഷെ നമ്മൾ അറ്റൻറ്റീവ് ആവേണ്ട, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എന്തിനെയാണ് എന്ന് നമുക്ക് തീരുമാനിക്കാം. തീരുമാനിച്ചുകൂടെ? അപ്പൊ മെന്റൽ ബൗണ്ടറീസ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ചൂസ് ചെയ്യും എന്തിനെ ഫോക്കസ് ചെയ്യണം, എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പ്രൊട്ടക്ടിങ് യുവർ ഇന്നർ പീസ്. നിങ്ങൾ പുറമേ ഉള്ള നിങ്ങളുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ബൗണ്ടറീസ്, ഞാൻ എന്തിനെ കുറിച്ചായിരിക്കണം കൂടുതലായി ഫോക്കസ് ചെയ്യേണ്ടത്, ഞാൻ എന്തിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല എന്ന് സെറ്റ് ചെയ്യണം. അപ്പൊ ചോദിക്കും ഇത് എളുപ്പമാണോ എന്ന് ചോദിക്കും. അല്ല, എളുപ്പമല്ല. കാരണം നമ്മുടെ ബ്രെയിനിനെ കുഞ്ഞുനാൾ മുതലേ നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാൻ. എപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ബ്രെയിനിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ട്രെയിൻ ചെയ്ത് വെക്കാൻ. ബ്രെയിൻ അങ്ങനെയാണ്, നമുക്ക് ഇങ്ങനെ ആവശ്യമില്ലാത്ത സിഗ്നൽസ് ആണ് തന്നുകൊണ്ടിരിക്കാറുള്ളത്. എന്തിനാണെന്നറിയാം? നമ്മളെങ്ങനെ എപ്പോഴും അലേർട്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. വറീസ് തരുന്നത് അലേർട്ട് ആക്കാൻ വേണ്ടിയാണ്. പക്ഷെ ആ വറീസിനെ നമ്മൾ എടുത്തിട്ട് ആവശ്യമില്ലാത്ത തോട്ട്സിനെ കൂടെ കണക്ട് ചെയ്ത് നമ്മുടെ ആക്ഷൻസിലേക്ക് അത് കൊണ്ടുവരാറാണ് പതിവ് എന്നുള്ളത്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ കുട്ടിക്കാലം മുതലേ ഹാബിച്വലായി ചെയ്തു വന്ന കാര്യം നമ്മൾ അത് മാറ്റണമെങ്കിൽ നല്ല പ്രാക്ടീസിന്റെ ആവശ്യമുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ഈസി. നിങ്ങൾക്ക് ഇവിടെ പലർക്കും അറിയായിരിക്കും, നോ പറയാത്ത എത്രയോ പേരുണ്ടായിരുന്നിരിക്കാം അല്ലെ? അതായത് ആദ്യപ്പോഴേ എനിക്ക് നോ പറയാൻ പറ്റൂല എന്ന് പറയുന്ന എത്രയോ പേരുണ്ട്. എനിക്ക് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവർക്ക് പ്രാക്ടീസിലൂടെ അത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലേ? അങ്ങനെ അനുഭവമുള്ളവര് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പ്രാക്ടീസ് ആണ്. ഒരു ദിവസം ഇറ്റ് വിൽ ടേക്ക് ടൈം. നമ്മൾ ആ ടൈം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് മാറ്റിയെടുക്കാൻ നമുക്ക് ആദ്യം ആ മെന്റൽ ബൗണ്ടറി ഉണ്ടോ വീക്കാണോ എന്ന് ചെക്ക് ചെയ്യണം. എന്റെ മെന്റൽ ബൗണ്ടറി എത്രമാത്രം സ്ട്രോങ് ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ അതിനുള്ള സയൻസ് ഉണ്ട്. നിങ്ങളൊന്ന് തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം, എന്റെ മെന്റൽ ബൗണ്ടറി എത്രത്തോളം സ്ട്രോങ് ആണ് അല്ലെങ്കിൽ വീക്ക് ആണോ എന്നുള്ളത്. വീക്ക് മെന്റൽ ബൗണ്ടറീസ് ആണെങ്കിലുള്ള സയൻസ് ഞാൻ പറയാം. ഒന്ന്, ഓവർ തിങ്കിങ് ആണ്. അതായത് ഒരു കോൺവെർസേഷൻ പറഞ്ഞാൽ അതിനെ റീപ്ലേ ചെയ്ത് നമ്മുടെ തലച്ചോറിലിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. കോൺവെർസേഷൻസ് മാത്രം, ഇവന്റ്സും സിറ്റുവേഷൻസും അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞ കാര്യം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യം അതിനെക്കുറിച്ച് ഇങ്ങനെ ആവശ്യമില്ലാതെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. അതാണ് ഒന്നാമത്തെ സിംറ്റം എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു വീക്ക് ആയിട്ടുള്ള മെന്റൽ ബൗണ്ടറി ആണ് എങ്കിൽ. രണ്ടാമത്, മറ്റുള്ളവരുടെ ഇമോഷൻസിനെ നമ്മളാണ് അതിന് കാരണം. നമ്മൾ ഓപ്പൺ ആയിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ അവരുടെ ഇമോഷൻസിനെയൊക്കെ നമ്മളാണ് കാരണം എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവം. അവര് ഞാൻ അങ്ങനെ ചെയ്തോണ്ടായിരിക്കോ, ഇങ്ങനെ പലപ്പോഴും ചിന്തിക്കുക എന്നുള്ളത്. ഇനി ഞാനിത് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. ചിലപ്പോൾ അത് പറയേണ്ട ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, പക്ഷെ പലപ്പോഴും നമുക്കത് പറ്റാറില്ല. കാരണം അവർക്ക് ദേഷ്യം വരും, അവരുടെ ഇമോഷൻസിന് നമ്മൾ കാരണമാകുന്നു എന്നൊരു തോന്നൽ. ഫീലിംഗ് റെസ്പോൺസിബിൾ ഫോർ അതേഴ്സ് ഇമോഷൻസ്. രണ്ടാമത്തത്, ഇനി ഡിഫിക്കൽട്ടി സെയിങ് നോ. എനിക്ക് നോ പറയാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതൊരു വീക്ക് മെന്റൽ ബൗണ്ടറിയുടെ ഒരു സൈനാണ്, ഡിഫിക്കൽട്ടി സെയിങ് നോ എന്ന് പറയുന്നത്. അടുത്ത, പീപ്പിൾ പ്ലീസിങ്. ആൾക്കാർ നമ്മളെ അവര് നമ്മളെ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് ദേഷ്യം തോന്നിയാലോ എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത. പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ. നിങ്ങളൊന്ന് തന്നെ ചിന്തിച്ചു നോക്കാനാണ്, എനിക്ക് ഈ കാര്യങ്ങൾ ഉണ്ടോ എങ്കിലാണ് നമ്മൾ ഇവിടെ നിന്ന് ടൂള് കളക്ട് ചെയ്ത് പോവേണ്ടത്, മെന്റൽ ബൗണ്ടറീസ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ. ഇനി മെന്റൽ എക്സോഷൻ വിത്തൗട്ട് ക്ലിയർ റീസൺ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു റീസണും ഇല്ല, പക്ഷെ യു ഫീൽ ടയേർഡ്. കാരണം എന്താണ്? പല കാര്യങ്ങളാണ് മനസ്സിലൂടെ കടന്നു വെക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങളാവുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണും സിസ്റ്റംസും ഒക്കെ സ്ലോ ഡൗൺ ആകുമ്പോൾ നമ്മളും സ്ലോ ഡൗൺ ആവും. എത്ര നല്ല സിസ്റ്റം ആയാലും ഒരുപാട് മെമ്മറി കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളായി പോകുമ്പോൾ സ്ലോ ഡൗൺ ആവും, ഉറപ്പാണ്. അപ്പൊ അതുപോലെയാണ് നമ്മളും ടയേർഡ് ആവും. പിന്നെ വരുന്നത് ഗിൽറ്റ് ഫോർ പ്രയോറിറ്റൈസിങ് യുവർ സെൽഫ്. ഇതൊരു സംഭവമാണ്. നമുക്ക് മുൻഗണന കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു കുറ്റം, ഞാൻ എന്റെ കാര്യം മാത്രമേ ശ്രദ്ധിച്ചോ, ഞാനൊരു സ്വാർത്ഥനാണോ, സെൽഫിഷ് ആയിട്ടുള്ള ആളാണോ. സെൽഫ് കെയറിനുള്ള ടൈം എടുത്താൽ പിന്നെ ഒരു ഭയങ്കര കുറ്റബോധമാണ്. ഞാനാ ചെയ്തത് ശരിയായോ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാതെ. നമ്മളൊരു ഒരു ഒരു എക്സാമ്പിൾ, നമ്മളൊരു ഹോട്ടലിലൊക്കെ കയറി ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ എല്ലാവർക്കും കോമൺ
പക്ഷെ നമ്മളവിടെ നമുക്ക് വേറൊന്ന് കഴിക്കാൻ ആഗ്രഹമുണ്ട്, നമ്മൾ അത് ഓർഡർ ചെയ്താൽ നമുക്ക് തോന്നുന്നു "ശ്ശെ, എല്ലാരും അത് കഴിക്കുന്നു, ഞാൻ മാത്രം എന്നെ പ്രയോറിറ്റൈസ് അല്ലെങ്കിൽ ഞാൻ മാത്രം ഒരു വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ തോന്നുന്ന ഇങ്ങനെ പിന്നെ അതിൽ തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും അവരെന്നെ പറ്റി എന്ത് വിചാരിച്ചു കാണും എന്നൊക്കെ ഇങ്ങനെ നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പ്രയോറിറ്റി കൊണ്ട് ചെയ്യുമ്പോൾ അതിനൊരു കുറ്റബോധമുണ്ട്. ഇതൊരു വീക്ക് മെന്റൽ ബൗണ്ടറിയുടെ ഒരു സിംറ്റം ആണ് അല്ലെങ്കിൽ സൈൻ ആണ് എന്നുള്ളത്. അപ്പോൾ ഇത്രയും സയൻസ് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടെന്ന് തോന്നിയവരുണ്ടോ? എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം എനിക്ക് അതിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? അതൊന്നും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതൊന്നും എനിക്ക് പ്രശ്നമില്ല, ഞാൻ നല്ല മെന്റൽ ബൗണ്ടറി കീപ്പ് ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ കാണും, എനിക്കും ഉണ്ട്. ഞാനും പ്രാക്ടീസ് ചെയ്തൊക്കെ വരുന്നേ ഉള്ളൂ. പക്ഷെ എങ്കിലും നമുക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിനെ ഇമ്പോർട്ടന്റ് ആക്കി പറയുന്നത്? ഒന്ന്, മെന്റൽ ബൗണ്ടറീസ് ഇല്ലാകുമ്പോഴാണ് വൈരാഗ്യം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുക. വാശി, വൈരാഗ്യം. നമ്മളിപ്പോ കാണുന്ന പല പ്രശ്നങ്ങളുടെയും, അതായത് പേഴ്സണൽ അല്ലെങ്കിൽ റിവെഞ്ച് എടുക്കുന്നത് എപ്പോഴാണ്? ഈ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. നമ്മൾക്ക് ആ ആൾ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ, ഇന്നത്തെ കുട്ടികൾക്ക് ഇമോഷണലി അവരെന്തല്ല, ഒട്ടും ഇന്റലിജന്റ് അല്ല എന്ന് പറയണം. അവർക്ക് എങ്ങനെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യണം എന്നല്ല ഒന്നാമത്തെ കാര്യം. കുട്ടികൾ മാത്രമല്ല, പല അഡൾട്ട്സും അതുപോലെ. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും അറിയില്ല. നമ്മൾ കാണുന്നതല്ലേ കൊലപാതകങ്ങളും അല്ലെങ്കിൽ സൂയിസൈഡ് റേറ്റ്സും ഒക്കെ എങ്ങനെ ഇമ്പ്രൂവ്, എപ്പോ വാർത്ത എടുത്താലും വൈരാഗ്യത്തിന്റെ പേരിൽ എന്താണ് ഒരു എന്തെങ്കിലും പറഞ്ഞതിന്റെയൊക്കെ പേരിലാണ് കൊല്ലുകയും മരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പൊ അതിന്റെ കാരണം എന്താണ് നമുക്കറിയില്ല. എന്താണ് നമ്മൾ പിന്നെ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി എന്താണെന്ന് അറിയില്ല. നമ്മൾ എന്ത് ചെയ്യാണ്, ഈ കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ബ്രെയിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അവിടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ അറിയാത്ത ഒരാളും കൂടെ ആണെങ്കിൽ ഉറപ്പായിട്ടും ദേഷ്യം, സങ്കടം, വാശി ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നത്. രണ്ടാമത് നമ്മുടെ ബേൺ ഔട്ട്, നമ്മൾ ടയേർഡ് ആയി പോകും. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ മെന്റൽ ബൗണ്ടറീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നല്ല റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് മെന്റൽ ബൗണ്ടറീസ് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഒരാളുടെ ഇമോഷൻസിന് നമ്മളാണ് കാരണം നമ്മൾ അയാളോടുള്ള സംസാരം കുറയ്ക്കുക, അല്ലെങ്കിൽ അയാളോട് ഒരു അകൽച്ച കീപ്പ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഇനി എന്തെങ്കിലും പറയുമ്പോൾ അയക്ക് വിഷമം തോന്നിയാലോ എന്നൊക്കെയുള്ള ഒരു ചിന്തകൾ കൊണ്ട് നമ്മൾ ചില റിലേഷൻഷിപ്സിനെ ബ്രേക്ക് ചെയ്യാറുണ്ട്. നല്ല നല്ല റിലേഷൻഷിപ്സിന് നന്നായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന ആൾക്കാരെ പലപ്പോഴും നമ്മൾ വിഡ്രോ ചെയ്യാറുണ്ട് അവരിൽ നിന്ന്. സോഷ്യലി നമ്മൾ വിഡ്രോ ആവാറുണ്ട്. ഇതൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് അറിയില്ല എത്രമാത്രം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം, അല്ലെങ്കിൽ ഹൗ ടു കീപ്പ് എ ബൗണ്ടറി ഫോർ അവർ മൈൻഡ് എന്നുള്ളത് പലപ്പോഴും നമുക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഇഷ്യൂസ് വരുന്നത്. ഓക്കെ. അതുപോലെ നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് പവർ ഇല്ലാണ്ടാവും. മെന്റൽ ബൗണ്ടറീസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ വി കാൺ മേക്ക് ഡിസിഷൻസ്. കാരണം ഞാൻ ഡിസിഷൻ എടുത്താൽ വേറൊരാൾക്ക് എന്ത് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ ഒരു വറി ഒരുപാട് കൂടും. അതായത് ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക്, അതായത് ഇപ്പൊ ഒരു പാരന്റ് എപ്പോഴും ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നായിരിക്കും, ഒരു കുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വളർന്നു വലുതാകുമ്പോൾ ആ പാരന്റ് അവിടെ ഇല്ല അതിന്റെ കുറ്റപ്പെടുത്താനോ. പക്ഷെ നമ്മുടെ ആ കുട്ടിയുടെ ബ്രെയിൻ അങ്ങനെ സെറ്റായി അത് എക്സ്പെക്ട് ചെയ്യും. കുറ്റപ്പെടുത്തലിനെ എക്സ്പെക്ട് ചെയ്യും. ഒരു പുതിയ ഡിസിഷൻ എടുക്കുമ്പോൾ ഇനിയിപ്പോ ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്നൊരു ഫീൽ ആ ഒരാളിന് വരും. ബട്ട് നമുക്ക് ഒരിക്കലും ചൈൽഡ്ഹുഡിൽ പോയി അച്ഛന്റെ അമ്മയുടെ സ്വഭാവം മാറ്റാനോ, അല്ലെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡിനെ മാറ്റി മറിക്കാനോ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് വി ക്യാൻ ഡു ഇസ്, നമ്മൾ അറ്റൻഷൻ എങ്ങോട്ടായിരിക്കണം, വാട്ട് വി ഷുഡ് ഫോക്കസ് എന്നുള്ളതാണ് അവിടെ. അത് പ്രാക്ടീസിലൂടെ മാറ്റി മാത്രമേ പറ്റൂ. കാരണം ചെറിയ ഒരു കുട്ടിക്കാലത്തുണ്ടായ പ്രശ്നത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോഴും നമ്മൾ ആ പ്രശ്നത്തിൽ സ്റ്റക്കായി നിൽക്കുന്നെങ്കിൽ വി ഷുഡ് പ്രാക്ടീസ് സം സം മെത്തേഡ്സ് ടു കം ഔട്ട് ഓഫ് ദാറ്റ് ലൂപ്പ്. അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അതിന് എന്തെല്ലാം ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്, എന്തെല്ലാം നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് കീപ്പ് എ മെന്റൽ ബൗണ്ടറി എന്നുള്ളത്, അല്ലെങ്കിൽ സെറ്റ് എ മെന്റൽ ബൗണ്ടറി. നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പല ടൂൾസും പറഞ്ഞു കൊടുക്കാറുണ്ട്. നോ പറയാൻ പഠിക്കണം, കൺസിസ്റ്റന്റ് ആയിട്ട് ലിമിറ്റ്സ് കീപ്പ് ചെയ്യണം, നിങ്ങളുടെ ബൗണ്ടറീസ് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതൊക്കെ തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. അവയർനെസ് ഉണ്ടായിരിക്കുക. വൈ ഐ ആം ഫീലിംഗ് ദിസ്, അല്ലെങ്കിൽ എനിക്ക് ഈ തോട്ട് എന്തുകൊണ്ട് വന്നു, ഈ ഒരു ചിന്ത നമ്മളിലേക്ക് കൊണ്ടുവരണം. അവയർനെസ് ഉണ്ടായിരിക്കും. നമ്മൾ എക്സോസ്റ്റഡ് ആവുന്നു, അല്ലെങ്കിൽ നമ്മൾ വെറി ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ റീപ്ലേയിങ് കോൺവെർസേഷൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നു. അവിടെ നമ്മൾ അവെയർ ആവണം, എന്തുകൊണ്ടാണ് നമുക്ക് ഈ ചിന്ത വരുന്നത് എന്നുള്ളത്.
വൈ ഐ ആം ഗെറ്റിംഗ് ദിസ് തോട്ട്സ്, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇത് വറി ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. കാരണം നമുക്ക് അറിയാത്തൊരു കാര്യത്തിന് ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. നമുക്ക് അറിയാത്തൊരു കാര്യത്തിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അറിയുന്ന ഒരു കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യാം, ചാലഞ്ച് ചെയ്യാനും അത് ശരിയാണോ എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാനും ഉള്ള ഒരു അവസരം നമുക്കുണ്ടാവും. അപ്പൊ നമ്മൾ അവെയർ ആവണം നമ്മുടെ സിറ്റുവേഷനെ പറ്റി. ഇപ്പൊ നമ്മൾ സയൻസ് പറഞ്ഞു അല്ലെ, നമുക്കൊരു ഒരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു മെന്റലി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ സയൻസ് ഓർക്കണം, ആ ഇങ്ങനെ ഇങ്ങനെ സയൻസ് ഉണ്ടെന്ന് പറയാം, അപ്പൊ ഞാൻ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് എന്നുള്ള ഒരു അവയർനെസ് ക്രിയേറ്റഡ് ആവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ടോപ്പിക് ഞാൻ ചൂസ് ചെയ്തത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു, കാരണം പലപ്പോഴും നമ്മൾ മറന്നു പോവാറുണ്ട്. നമ്മൾ പല ബൗണ്ടറീസ് സെറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ നന്നായിട്ടിരിക്കാനും നമ്മുടെ മെന്റൽ പീസിനൊക്കെ വേണ്ടി ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ പലപ്പോഴും മെന്റൽ ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ്. അതായത് പല ആൾക്കാരെയും കണ്ടിട്ടില്ലേ, ഡയറ്റ് എടുത്തിട്ട് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അവർക്ക് വെയിറ്റ് ലോസ് വേണം, പക്ഷെ ഡയറ്റ് എടുക്കാൻ പറ്റില്ല, എക്സസൈസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? വി ആർ നോട്ട് കീപ്പിംഗ് മെന്റൽ ബൗണ്ടറീസ്. അതായത് നമുക്കൊരു നമുക്ക് തോന്നില്ല, നമ്മുടെ ഡിസയേഴ്സിന് നമ്മൾ അടിമപ്പെട്ടു പോകും. അവിടെ നമ്മൾ ആ ഡിസയറിൽ നമ്മളൊരു ബൗണ്ടറി ഇടണം. ഞാൻ ഇത്ര ദിവസത്തേക്ക് ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു ക്ലാരിറ്റി അവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ എഴുതി വെക്കല് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എഴുതുക. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യത്തെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങൾ റിട്ടേൺ ആയിട്ട് ജേർണൽ ചെയ്ത് വെക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്കത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. എഴുതി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അവെയർ ആവുന്നതിനോടൊപ്പം എഴുതണം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അവെയർ ആവുമ്പോൾ നിങ്ങൾ എഴുതണം, എന്റെ ഇമോഷൻസ് ഇങ്ങനെയാണ്, ഇതുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം വന്നത്, സോ ഐ നീഡ് ടു ചേഞ്ച് ഇറ്റ് ഇൻ മോർ പ്രൊഡക്റ്റീവ് വേ. അപ്പൊ എന്തായിരിക്കണം ആ പ്രൊഡക്ടിവിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളത്. അതുപോലെ നമ്മുടെ മൈൻഡിന് നമ്മൾ പെർമിഷൻ കൊടുക്കണം, നോ. അതായത് നമ്മളൊരു ഷുഗർ കട്ടിലായിരിക്കുന്ന സമയത്ത് നല്ല ഐസ്ക്രീം കണ്ടാൽ എന്ത് ചെയ്യും? ഇപ്പൊ പറ്റില്ല, കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് പറയാൻ പഠിക്കണം. അപ്പൊ നമ്മൾ ഈ പറയാൻ പഠിക്കണം എന്ന് പറയുമ്പോൾ ഇത് ഈസി അല്ല. ആ കാര്യം ഈസി അല്ല, കാരണം നമ്മൾ കുറെ നാൾ കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം പെട്ടെന്ന് എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സിമ്പിൾ. ഇറ്റ് നീഡ്സ് പ്രാക്ടീസ്. അതിനു വേണ്ടിയുള്ള ടൈം നിങ്ങൾ കൊടുക്കണം. അവിടെ നിങ്ങളെ മൈൻഡിനെ നിങ്ങൾ ടോർച്ചർ ചെയ്ത് ഇത് പറ്റൂല എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്ത് ചെയ്ത് ടോർച്ചർ ചെയ്യല്ല ഉദ്ദേശിക്കുന്നത്. ബട്ട് സ്റ്റിൽ യു ഷുഡ് ഹാവ് എ കൺസിസ്റ്റൻസി. അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കുക എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം ഇമോഷണൽ സെപ്പറേഷൻ ആണ്. അതായത് നിങ്ങളുടെ ബേർഡൻസ് അല്ലാത്തതിന് എന്ത് ചെയ്യരുത്, നിങ്ങൾ ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എമ്പതി ആവാം, മറ്റൊരാളോട് എമ്പതി ആവുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ആ എമ്പതി എന്ന് പറഞ്ഞാൽ അവരുടെ ഇമോഷൻസ് നമ്മുടേതാണെന്ന് കരുതി എടുത്തുകൊണ്ട് വരലല്ല. നമ്മുടേതാണെന്ന് കരുതി അവർക്കൊപ്പം നിൽക്കാം എന്ന് പറഞ്ഞ് ഹൃദയത്തിനകത്തേക്ക് എടുത്ത് നമ്മളെ വെച്ച് നമ്മളെ കൂടെ ബുദ്ധിമുട്ടിലാക്കരുത് എന്നുള്ളതാണ്. അതായത് നമ്മൾ കൗൺസിലിങ്ങിന്റെ ഒക്കെ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ ഒരു സാറ് പറഞ്ഞാണ്, നമ്മൾ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് ഒരാളൊരു പൊട്ടക്കിണറ്റിനകത്ത് വീണു. ഇപ്പൊ കൗൺസിലറിന്റെ ജോലി എന്താന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ ആ സഹായിയുടെ ജോലി എന്ന് പറഞ്ഞാൽ പൊട്ടക്കിണറ്റിനകത്ത് ഇറങ്ങണം. കാരണം ഇറങ്ങിയാൽ മാത്രമേ അവിടെ നിന്ന് കയറാനുള്ള മാർഗം ആർക്കും അറിയാൻ പറ്റുള്ളൂ, ഈ കൂടെ ഇറങ്ങുന്ന ആളിനും അറിയാൻ പറ്റുള്ളൂ, കൗൺസിലർ ആവട്ടെ അല്ലെങ്കിൽ സഹായി ആവട്ടെ. അതിനുശേഷം പൊട്ടക്കിണറ്റിൽ നിന്ന് കയറ്റി അയാളെ വിട്ടിട്ട് നിങ്ങൾ ആ കിണറ്റിനകത്ത് കിടന്നു കളയരുത്, നിങ്ങളും കൂടെ കയറി വന്നോളണം. കാരണം അയാളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, അയാളെ ഒന്ന് കൈപിടിച്ച് കയറ്റാനായിട്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ പ്രശ്നത്തിനകത്ത് കുടുങ്ങിപ്പോരുത്. നിങ്ങൾ ആ പ്രശ്നത്തിൽ നിന്ന് എന്ത് ചെയ്യണം, കയറി അയാളോടൊപ്പം തിരിച്ചു വരണം. അപ്പൊ ഇതാണ് എംപതി. ഹൗ ഹി ഓർ ഷീ ഈസ് ഫീലിംഗ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ബട്ട് ദാറ്റ് ഡസന്റ് മീൻസ് നമ്മൾ അവരുടെ എല്ലാ ബേർഡനും കൂടെ എടുത്ത് നമ്മുടെ മണ്ടയ്ക്ക് വെക്കണം എന്നല്ല. സോ ഇമോഷണൽ സെപ്പറേഷൻ ഉണ്ടായിരിക്കണം. നമ്മുടേതല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ക്യാരി ചെയ്യേണ്ടാത്ത ബർഡൻ നമ്മൾ ഒരിക്കലും കൊണ്ട് നടക്കരുത്. അത് മാറ്റിവെക്കുക. നമ്മുടെ വീട്ടിലൊക്കെ ആയാലും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളും കൂടെ നമ്മൾ കേട്ട് ടെൻഷൻ അടിച്ച് കരഞ്ഞ് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. എന്റെ ഉമ്മാക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം കൂടി എനിക്ക് പരിഹരിക്കാൻ പറ്റുന്നത് പരിഹരിച്ചു കൊടുക്കാം എന്നല്ലാതെ ഉമ്മയുടെ പ്രശ്നങ്ങൾ ഞാനും കൂടെ ഏറ്റെടുത്ത് ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടി നടക്കേണ്ട കാര്യങ്ങളില്ല. കാരണം ചിലപ്പോൾ ഉമ്മ ഹാൻഡിൽ ചെയ്യുന്ന പ്രശ്നങ്ങൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല.
എനിക്ക് എന്ത് ചെയ്യാം? സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പരിഹരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ആക്ട് ചെയ്യാം. അതിനപ്പുറത്തേക്ക് വെറീസ് എല്ലാം കൂടെ ഞാൻ വലിച്ച് എന്റെ ഹൃദയത്തിലേക്ക് വെച്ചാൽ എന്ത് സംഭവിക്കും? എനിക്കാണ് ബുദ്ധിമുട്ട്. ഒരുപക്ഷെ ഉമ്മ മനോഹരമായിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവാം. സോ വി ഷുഡ് ഹാവ് ആൻ ഇമോഷണൽ സെപ്പറേഷൻ. നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലാത്ത കാര്യങ്ങളെ നമ്മളൊന്ന് മാറ്റി വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. ഇനി തോട്ട് കൺട്രോൾ ആണ്. എല്ലാ തോട്ട്സിനും അറ്റൻഷൻ വേണമെന്ന് ഇല്ല. പല തോട്ട്സും ട്രൂത്തും അല്ല. നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ബ്രെയിനിലൂടെ കടന്നു പോകുന്ന എല്ലാ തോട്ട്സും ശരിയല്ല. ചിലപ്പോൾ ഫോൾസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, കോൺസെപ്റ്റ്സ് നമുക്ക് തരും. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ തെറ്റായി ധരിപ്പിക്കാനുള്ള കഴിവുണ്ട് നമ്മുടെ മൈൻഡിന്. നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ നെഗറ്റീവായിട്ട്, കാരണം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞത് നെഗറ്റീവായിട്ടുള്ള തോട്ട് വരുന്നതെന്ന് നമ്മളൊന്ന് അലേർട്ട് ആവാനാണ്. ഇവിടെ ഇങ്ങനെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, അതിനൊരു പ്ലാൻ നേരത്തെ ഉണ്ടാക്കി വെക്കൂ എന്ന് പറയുന്ന ഒരു അലേർട്ട് മാത്രമാണ്. അതൊരു എന്താണ്, ഒരു 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 സിഗ്നലാണ് എന്ന് മാത്രം കണക്കാക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിനെ എടുത്ത് നമ്മൾ വെറി ചെയ്യണം. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കാം. നമുക്കൊരു നെഗറ്റീവായിട്ടൊരു തോട്ട് വരുന്നുണ്ട്, നമ്മളൊരു പുതിയ ഡിസിഷൻ എടുക്കുകയാണ്, അല്ലെങ്കിൽ പുതിയ ഒരു കാര്യത്തിലേക്ക് നമ്മൾ മുൻകൈ എടുത്ത് പോവുകയാണെങ്കിൽ യു ഷുഡ് തിങ്ക് ലൈക്ക്, നമുക്ക് വരുന്ന നെഗറ്റീവ് തോട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എൻ അലേർട്ട്, ഒരു സിഗ്നൽ. നിങ്ങൾക്ക് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്, യു ഷുഡ് ഹാവ് എ പ്ലാൻ ബി ഓൾസോ വിത്ത് യു. അന്നേ ഉള്ളൂ. അതല്ലാതെ അതൊരു എന്തായിട്ട് കാണരുത്. അങ്ങനെ സംഭവിക്കാം എന്ന് പറഞ്ഞ് വറി ചെയ്യേണ്ട കാര്യമില്ല. അത് ആ തോട്ട്സിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം. ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് നമ്മുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാരങ്ങളിൽ നമ്മൾ വളരെ പ്രോപ്പർ ആയിട്ട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല, ഇപ്പൊ ഞാൻ ഇത് എടുക്കുന്നില്ല, ഐ കാൺ ഡു ദിസ് റൈറ്റ് നൗ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ചില കാര്യങ്ങൾ നമ്മൾ കളിയാക്കുന്നതായാലും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നതായാലും നമുക്ക് ഇഷ്ടപ്പെടില്ല. അത് അവർക്ക് മനസ്സിലാവണമെന്നില്ല. അവരെ നമ്മളോടുള്ള ഫ്രീഡം കൊണ്ട് ചിലപ്പോൾ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരോട് പറയണേ, എനിക്ക് ഇങ്ങനെയുള്ള സംസാരങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല, പ്ലീസ് സ്റ്റോപ്പ്, എനിക്കിത് താല്പര്യമില്ല എന്ന് നമ്മൾ വളരെ വ്യക്തമായി അവരോട് കമ്മ്യൂണിക്കേറ്റ്. ഇനി ഇതെല്ലാം ചെയ്യാൻ ഏറ്റവും അത്യാവശ്യം പ്രസന്റ് മൊമെന്റിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. വളരെ മനസ്സാന്നിധ്യത്തോടു കൂടി തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. കാരണം മൈൻഡ്ഫുള്ളി നമ്മളിത് ചെയ്തില്ല എങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മളൊരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ലൈഫാണ്. നമ്മൾ ഹാബിറ്റ്സും നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ്. ഇന്റൻഷനലി നമ്മൾ ഇതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് തന്നെ ചെയ്യേണ്ടി വരും. ഒരു പുതിയ ഡാൻസ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു പുതിയ പാട്ടോ ഡാൻസോ അല്ലെങ്കിൽ പുതിയ എന്ത് കാര്യമാവട്ടെ, നമ്മൾ വളരെ ഇന്റൻഷനലി അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പ്രാക്ടീസിലേക്ക് വരില്ല. അപ്പൊ ഇതൊരു പുതിയൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഇതൊരു തുടക്കമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വളരെ ഇന്റൻഷനലി മൈൻഡ്ഫുള്ളി നമ്മളിത് ചെയ്യേണ്ടതായിട്ട് വരും. ഇല്ല എങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടിന്യൂ ചെയ്ത് പോവാൻ പറ്റില്ല. നമ്മളത് കാരണം നമ്മൾ ഹാബിറ്റ് ലേൺ ചെയ്ത് വന്നതല്ല, നമ്മൾ ലേൺ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ലേണിംഗ് ടൈമിൽ പ്രാക്ടീസ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. പ്രാക്ടീസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളെയും മൈൻഡ്ഫുൾ ആയിട്ട് ഒരു അല്പനേരം നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് തന്നെ ചെയ്യേണ്ടിയും വരും. അപ്പൊ ഇതാണ് മെന്റൽ ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. മെന്റൽ ബൗണ്ടറീസ് കീപ്പ് ചെയ്യുമ്പോൾ ചിന്തിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ സമാധാനവും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനും വേണ്ടി നമ്മൾ ഒരു മെന്റൽ ബൗണ്ടറി കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതൊരു ലക്ഷറി ഒന്നുമല്ല, അതൊരു അത്യാവശ്യമുള്ള കാര്യമാണ്. നെസസിറ്റി ആണ് മെന്റൽ ബൗണ്ടറി എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഇനി ആഡ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, ഫീഡ്ബാക്സ് പറയാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. യെസ്, മെന്റൽ ബൗണ്ടറീസിനെ പറ്റിയും അതിന്റെ സിംറ്റംസിനെ പറ്റിയും എങ്ങനെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാമെന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ ഒരു നല്ല അവയർനെസ് സെഷൻ ആയിരുന്നു. എനിക്ക് ഏറ്റവും കണക്റ്റഡ് ആയിട്ട് തോന്നിയത് നമ്മുടെ ഇമോഷണൽ സെപ്പറേഷൻ ആയിരിക്കും മിക്കവർക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യം. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു കീപ് ദാറ്റ് ഇമോഷണൽ സെപ്പറേഷൻ. പ്രത്യേകിച്ച് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ളവരോ അങ്ങനെയുള്ളവരുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയാതെടുത്ത് തലയിൽ വെക്കും. And then you really feel bad about it and that really affects you. അപ്പൊ അത് നമ്മള് തീർച്ചയായിട്ടും നമ്മൾ അതിൽ നിന്ന് വി ഹാവ് ടു കീപ് അവർ സെപ്പറേഷൻ. പിന്നെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത് നോ പറയേണ്ടിടത്ത് നോ പറയുക തന്നെ ചെയ്യണം. നമ്മുടെ തോട്ട്സ് ഒക്കെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതും ഒക്കെ വളരെ നല്ല
നല്ല സ്റ്റെപ്പ്, ഈ സ്റ്റെപ്സ് ഒക്കെ നമ്മൾ എടുത്താൽ പിന്നെ റൈറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞില്ലേ, ദാറ്റ് ഇസ് ഓൾസോ എ ഗുഡ് തിങ്. നമ്മൾ എഴുതി വെക്കുമ്പോൾ നമുക്ക് അതിനൊരു കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വരുമല്ലോ. നമ്മൾ അതിനകത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് അത് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് വരും, ഐ തിങ്ക്. സോ ദാറ്റ് ഈസ് ഓൾസോ എ ഗുഡ് തിങ്. പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, അതില്ലെങ്കിൽ പിന്നെ നടക്കില്ല. കാരണം വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ്, ബട്ട് വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ്. അല്ലെങ്കിൽ മറ്റേ ആളെങ്ങനെ അറിയും? സോ നമ്മുടെ മനസ്സിൽ തന്നെ അത് ഇരിക്കത്തുള്ളൂ. സോ ഓൾ ഓഫ് ദീസ് സ്റ്റെപ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. കീപ് ദാറ്റ് ഫോർ അവർ ഓൺ മെന്റൽ, അതാണല്ലോ അവസാനം പറഞ്ഞത്, ഫോർ അവർ ഓൺ മെന്റൽ പീസ്. മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ദ റിസൾട്ട് ഈസ് അവർ ഓൺ മെന്റൽ പീസ്. പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ വളരെ ബെറ്റർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പം ഇതൊക്കെയൊന്ന് മിക്ക കാര്യങ്ങളും ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മളത് ഫോളോ ചെയ്യാനായിട്ട് അത്രയും അങ്ങോട്ട് ചിന്തിക്കാറില്ല. സോ ഇറ്റ് വാസ് എ ഗുഡ് റിമൈൻഡർ. സോ താങ്ക് യു വെരി മച്ച്. യു covered all the topic really well. Thank you so much. Thank you, ma'am. Thank you so much for the feedback. ബാക്കിയുള്ളവർക്ക് ആഡ് ഓൺ ചെയ്യണമെങ്കിൽ ചെയ്യാട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവങ്ങൾ ഉണ്ടാവും മെന്റൽ ബൗണ്ടറീസിനെ പറ്റിയൊക്കെ, അല്ലാതെ നിങ്ങൾക്ക് പറയാനും ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലും ഉണ്ടാവും. മോർണിംഗ് മാം. Okay. ഇന്ന് സൺഡേ കാര്യം കൊണ്ട് കുറവാണ് ആളുകൾ മൊത്തത്തില്. ഓക്കെ നല്ല സെഷൻ ആയിരുന്നു മാം, നല്ല ടോപ്പിക്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആർക്കൊന്നും പറയാനില്ലെങ്കിൽ നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്യാല്ലേ? ആ ചെയ്യാം. ഫീഡ്ബാക്ക് ഒക്കെ ഇതിന് ഗ്രൂപ്പിൽ ഇടട്ടെ. താങ്ക് യു സോ മച്ച്. So have a താങ്ക് good യു day. സെലിന. Good day to all. Thank you. താങ്ക് യു ഓൾ. എല്ലാവരും ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക്സ്.